ഗൈസ്, ഞങ്ങളുടെ ഫ്രണ്ട് ജസീന്തയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മലപ്പുറത്ത് നിന്നും കോട്ടയത്തേക്ക് വന്നതാണ് ഞങ്ങള്. കല്യാണം കഴിഞ്ഞു. ഇനി ഞങ്ങള് ഒരു അടിപൊളി ലൊക്കേഷൻ കാണാൻ പോവുകയാണ്. ആ ലൊക്കേഷൻ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അവിടുത്തെ കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും സ്വാഗതം. ജസീന്തയുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ നേരെ പോകുന്നത് ഇവിടേക്കാണ്. ഈ സ്ഥലം ഏതാണെന്ന് അറിയണോ? ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, നിങ്ങൾ തന്നെ വായിച്ചോ. ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിലൂടെ ഫേമസ് ആയ സ്ഥലമാണിത്. ഇന്ന് നല്ല പോലെ കോട ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു തടാകമുണ്ട്, അത് കാണാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ജസീന്തയുടെ വീട്ടിലെ കല്യാണത്തിന് വരാൻ പരിപാടി ഇട്ടപ്പോഴേ ഇലവീഴ പൂഞ്ചിറയിൽ പോകണമെന്ന് മായ പറഞ്ഞിരുന്നു. ഞാനും അപ്പോഴാണ് ഈ സ്ഥലപ്പേര് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥലം എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഈ സ്ഥലം നിർദ്ദേശിച്ച മായയെ ഒന്ന് കാണണ്ടേ? ഒന്നിങ്ങോട്ട് തിരിഞ്ഞ മായേനെ കാണാൻ. ഇതാണ് ഇലവീഴ പൂഞ്ചിറന്റെ ആള്. മുഖം മറച്ചിട്ടാ കാണിക്കുന്നത്. അതെ, അതാ. ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ടെന്ന് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങോട്ട് പോകുന്ന വഴി എവിടെയാന്നൊക്കെ ഇനി കണ്ടുപിടിക്കണം. വ്യൂ പോയിന്റിൽ കയറിയാൽ ഞങ്ങൾ എന്തെങ്കിലും കാണുമോ? കോട നീങ്ങിപ്പോകുമോ? മുകളിലേക്ക് പോകുന്തോറും കോട ഇല്ലാതാവോ? ഇതെല്ലാം ഇനി നിങ്ങൾക്ക് കാണാട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ. ഇതാണ് ആ ലേക്ക്. ഇത് ലേക്കാണോ പോണ്ടാണോ? ചിറ എന്നാണല്ലോ പറയുന്നത്. വെള്ളത്തിലേക്ക് ഇലകളൊന്നും വീഴില്ല എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് അകലത്തിലൊക്കെയാണ് മരങ്ങള്, എന്നാലും ഇലകളൊക്കെ വീഴേണ്ടതാണ്. ഇവിടുത്തെ കാറ്റ് ഇലകളെയൊക്കെ പറത്തി ദൂരേക്ക് കൊണ്ടുപോകൂത്രേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ചിറ കാണാൻ. ഇപ്പൊ കാണാതെയായി ചിറ. എന്താണ്? അതിലെയാണ് ആന ഇറങ്ങി വരിക എന്നാണ് ഇപ്പൊ. ഈ ചിറയെ പറ്റി പാഞ്ചാലിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഗൂഗിൾ ചെയ്താൽ അതൊക്കെ കാണാം. സീ ലെവലിൽ നിന്നും 3200 അടി ഉയരത്തിലാണ് ഇത്രയും വെള്ളം ഇരിക്കുന്നത്. കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഈ വെള്ളം. കുടിവെള്ള പദ്ധതി എന്നൊക്കെ ഇവിടെ ബോർഡ് കാണാനുണ്ട്. പൂഞ്ചിറേൻ്റെ അങ്ങേ ഭാഗം അവിടെ ദാ അങ്ങനെ ജീപ്പിൽ കുറേ ആൾക്കാർ വന്നിറങ്ങുന്നു. നോക്ക് ചെമ്പരത്തി അവിടെ. പെട്ടെന്നായിരുന്നു കേട്ടോ ആ കോട വന്നത്. അതേപോലെ തന്നെ അത് നീങ്ങിപ്പോയി. ഇപ്പൊ ഇതാ ചിറയൊക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇല കണ്ടു. ഇല എന്നാലും ആരും കിട്ടതാവും. അതെ, ഇല ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ട് നല്ല കടലാഴ്ച പോലല്ലേ. ഇതൊക്കെ ഇപ്പൊ കോട പോയി. നല്ല രസമുണ്ട്. ഇപ്പൊ കണ്ടോ കോടയൊക്കെ പോയി. ഞങ്ങള് വന്നപ്പോ നല്ല കോടയായിരുന്നു. ആ കോട അവിടെ എത്തി. നീങ്ങി പോവാ. വ്യൂ പോയിന്റ് എവിടെയാന്ന് ആ ചെറിയ കടയിൽ അന്വേഷിക്കാൻ പോയിരിക്കുക രണ്ടുപേര്. ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോയാൽ ജീപ്പ് സർവീസ് ഉണ്ട്. അവര് വ്യൂ പോയിന്റ് കാണാൻ കൊണ്ടുപോകും എന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ജീപ്പെല്ലാം അങ്ങനെ പോകുന്നവയാണ്. കോട ഉള്ളതുകൊണ്ട് പോണോ വേണ്ടയോ എന്ന് ചെറിയൊരു ശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളിനി മുകളിലേക്ക് പോയിട്ട് ജീപ്പിൽ കയറട്ടെ. ഇപ്പം ഞങ്ങൾ കണ്ട തടാകം, ഒരു മുനിയറ ഗുഹ, പിന്നെ വ്യൂ പോയിന്റ്, ഈ 3 സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് 1000 രൂപയാണ് ഇവർ പറഞ്ഞത്. ഡ്രൈവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. പേര് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ വനവാസകാലത്ത് പഞ്ചപാണ്ഡവര് നിർമ്മിക്കപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. ഇലവിന്റെ പൂ കൊണ്ട് ചേർന്ന് നിർമ്മിക്കപ്പെട്ടതാണ് പറയുന്നത്. അങ്ങനെയാണ് ഇലവിഴ പൂഞ്ചിറ എന്ന്. ഇതിന്റെ കറക്റ്റ് പേര് അങ്ങനെയാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വലിപ്പത്തിൽ കുളം പണിത് വെച്ചേക്കുന്നതാണ്. അത് ഇലവിന്റെ പൂ കൊണ്ട് ചേർന്ന് നിർമ്മിക്കപ്പെട്ടതാണ് പറയുന്നത്. എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ നെൽകൃഷി നടത്തുന്ന കണ്ടമായിരുന്നു. ചെറിയൊരു കുളമായിരുന്നു. അതിപ്പോ സർക്കാർ ഏറ്റെടുത്ത് വലുപ്പത്തിൽ പണിത് വലിയ കുളം ആക്കിയില്ല. 10-13 മീറ്റർ താഴ്ചയുണ്ട്. ഈ സൈഡ് വഴി കിടക്കുന്ന പൈപ്പ് എല്ലാം കുടിവെള്ളമാണോ? ഒഴുകിക്കൊണ്ടിരിക്കുക എപ്പോഴും. തടാകം ഞങ്ങൾ കണ്ടല്ലോ, ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഗുഹ കാണാനാണ് ഇപ്പൊ പോകുന്നത്. ആ ഗുഹയ്ക്കുള്ളിൽ വെള്ളം ഉണ്ട് എന്നാണ് പറയുന്നത്.
ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോണം. കുറേ താഴേക്ക് ഇറങ്ങി പോന്നു കേട്ടോ. പിടിച്ച് ഇറങ്ങി പോരണം. ഇതാണ് ഗുഹ. നല്ലപോലെ കുനിഞ്ഞിട്ട് വേണം ഗുഹയ്ക്ക് ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ. എനിക്ക് അങ്ങനെ കുനിഞ്ഞിറങ്ങാൻ പ്രയാസമാണ്, നടുവേദന ഉള്ളത് കൊണ്ടേ. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല, മീനെ ഇറങ്ങിയിട്ടില്ല. ഇവർ 5 പേരും ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി. ഞങ്ങൾ വന്നപ്പോൾ ഒരു ടീം ഗുഹയ്ക്കുള്ളിലുണ്ടായിരുന്നു. അവർ കയറിയിട്ടാണ് ഇവർ ഇറങ്ങിയത്. ഗുഹാമുഖം. ഓ, ഗുഹയ്ക്കുള്ളിൽ നല്ല ഇരുട്ടാണ്. അവർ ഫോണിൽ ടോർച്ച് തെളിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കാണുന്നത്. മുനി ഇവിടെ തപസ് ചെയ്ത ഗുഹയൊന്നും അല്ല അത്രേ. ഈ ഗുഹയ്ക്കുള്ളിലൂടെ കുറേ പോയി അവസാനം ആ ചിറയുടെ അടുത്ത് ഒരു ക്ഷേത്രത്തിലെത്തും എന്നാണ് പറയുന്നത്. ആരും പോയിട്ടില്ല അത്രേ. അവര് ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഗുഹയ്ക്ക് ഉൾവശം ഇതുപോലെയൊക്കെയാണ്. മുനിയറ ഗുഹ. അതാ ഗുഹേന്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ കേറി വരുന്നുണ്ടില്ലേ. ആഹാ, ഞാൻ ഇറങ്ങിയിട്ടില്ല. ആ വെള്ളം നിങ്ങൾ എന്നെ സ്പർശിച്ചില്ല. അതാ കണ്ടോ, ഓരോരുത്തർ ഇങ്ങനെ മാളത്തിന്റെ ഉള്ളിൽ നിന്ന് കേറി വരുന്നത്. എങ്ങനെയാ നിങ്ങൾ കേറി അങ്ങോട്ട്? അയ്യോ, കണ്ടോ, ഇഴഞ്ഞിഴഞ്ഞ് വരുന്നു മാളത്തിന്റെ ഉള്ളിൽ നിന്ന്. അടുത്ത ലാസ്റ്റ് ഗുഹയ്ക്ക് മുകളിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. ആൾതാമസമുണ്ട്, വാഴയൊക്കെ കാണാനുണ്ട്. മുയല്, മുള്ളമ്പന്നി, കുറുക്കൻ തുടങ്ങിയ ജീവികളൊക്കെ ഇവിടെ ഉള്ളൂ എന്നാണ് പറയുന്നത്. വലിയ വന്യജീവികളൊന്നുമില്ല. ഞങ്ങളെ ജീപ്പ് അതാ കിടക്കുന്നു. നിങ്ങൾ വന്ന സമയമൊക്കെ കറക്റ്റാ. ഈ സമയത്ത് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആലപ്പുഴ എറണാകുളം കറക്റ്റായിട്ട് നമുക്ക് കിടക്കുന്ന കാണാം. റോഡ് നിൽക്കുമ്പം തിരുവല്ല മുതൽ എറണാകുളം വരെ ഒറ്റയടിക്ക് കായലും കടലും എല്ലാം കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ടൗൺ മുഴുവൻ അത്രയും പ്രദേശങ്ങൾ കാണാം. എന്തൊരു ഭംഗിയായിരിക്കില്ലേ ആ കാഴ്ച. നമുക്ക് പിന്നെ ഇമാജിൻ ലൈറ്റ് കാണുമ്പോൾ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മള് ഒരു കാറ്റടിച്ചാൽ റെഡി. കാറ്റടിച്ച് അങ്ങ് കൊണ്ടുപോകൂലേ. അതെ അതെ, നമ്മളെ ചെറയില് വന്നപ്പോ നല്ല ഇതുണ്ടായിരുന്നു. ഒരു കാറ്റില് പിന്നെ പോയി. ഈ സമയത്ത് കോട ഉണ്ടാകാറില്ല എന്നാണ് പറയുന്നത്. മഴ നേരത്തെ തുടങ്ങിയപ്പോൾ കോടയും വന്നതാണ്. ജീപ്പ് ഡ്രൈവർ വിശദമായി തന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഞങ്ങള് ജീപ്പിൽ കയറിയത് ഇതാ ഇവിടെ നിന്നാണ്. ഇതുപോലെ കുറെ അധികം ജീപ്പുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ഡ്രൈവർക്ക് ഇത് ഇന്ന് 3ാമത്തെ ട്രിപ്പാണ്. ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ മാറ്റമാണ്. അതിനു മുന്നേ ഇവിടെ ഇത്ര അധികം ടൂറിസ്റ്റുകളൊന്നും വരാറില്ലായിരുന്നു എന്ന്. ഇപ്പോൾ ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവാണ്. കാഴ്ചകളെ ഡ്രൈവർ പറയുന്നത് കേൾക്കാം. ഇവിടെ ഇങ്ങനെ നേരെ സൈറ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരം പോലെ ഇങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് കാണാം. ഇങ്ങനെ ഏരിയ കാണാം. അതുപോലെ ഇതിന് നേരെ താഴെയാണ് നിങ്ങൾ പോയി കണ്ടാലും തടാകം വരും. ഈ കറക്റ്റ് നേരെ താഴെ അതും കാണാം അല്ലേ. ആ കുന്നിന്റെ പക്കത്താണ് നമ്മൾക്ക് കയറി നിൽക്കുന്നത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ കോട്ടയം ജില്ലയിലാണ്. മലയുടെ മുകളിൽ എത്തുമ്പോഴേക്കും ഇടുക്കി ജില്ലയാകും. ഇതൊരു ബോർഡറാണ്. ജീപ്പിൽ നിന്നും ഇറങ്ങി ഒരു 500 മീറ്റർ ട്രക്കിംഗ് ഉണ്ട്. കുറെ പേര് അവിടെ ഫോട്ടോ എടുത്തിട്ട് എന്ത് കിട്ടാ അല്ലേ. ഇത്രയും നമ്മൾ വന്നിട്ട് ഇന്ന് ഫുള്ള് ഇങ്ങനത്തെ കോട തന്നെയാന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങക്ക് കാണാൻ കഴിഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതാണ് നമുക്ക് പറ്റാത്തത്. വേസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏതെത്ര മലേന്റെ മുകളിൽ മനുഷ്യൻ വന്നില്ലെങ്കിൽ എത്ര വൃത്തിയായിട്ടിരിക്കേണ്ട സ്ഥലം ഇത്. ഒരു ബോധവും ഇല്ലാത്ത മനുഷ്യര്. ഡ്രൈവർ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ വീഡിയോ ഒക്കെ എടുത്തു തരാനും മൂപ്പര് റെഡിയാണ്. ഡ്രൈവർ വീഡിയോ എടുക്കുക മാത്രല്ല വിവരണം കൂടി തരുന്നുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് ഇലവിഴ പൂഞ്ചിറ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന കേട്ടോ. മഞ്ഞിന്റെ അകത്തൂടെ മഞ്ഞ് കാണാൻ പോകുന്ന. ഞാൻ കൊണ്ടുതരാം ടീച്ചറെ, കയറിക്കും. ഇലവിഴ പൂഞ്ചിറ മൂവി പടം പിടിച്ചത് കാണാനുള്ള ആകാംക്ഷയിൽ എല്ലാവരും കൂടെ പോകുന്നതാണ്. മഞ്ഞില്ലെങ്കിൽ ഏരിയ എല്ലാം കാണാം.
ഒരു ശബ്ദം ഉണ്ടാക്കിക്കോ, അല്ലാണ്ട് ആരും കാണുന്നില്ല. പുലർച്ചെ പുറപ്പെടുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയായിരുന്നു ഇവരെ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരിക്കൽ 3 മണിക്ക് പോകാൻ വേണ്ടി 2 മണിക്ക് ഫുഡ് കഴിച്ച കാര്യം പറയായിരുന്നു. 2 മണിക്ക് പോയിട്ട് അന്ന് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാൻ തലശ്ശേരി ഉണ്ടായിട്ട് 2 മണിക്ക് പോയിട്ടുണ്ട് ഞാൻ. തലശ്ശേരിന്നു ഒരു പേപ്പർ ഞാനെല്ലാം ബോയ്സിലാണ്. 3 മണിക്ക്. ഞങ്ങൾക്ക് ഓരോ സ്ഥലത്താ അന്ന്. അപ്പോഴേക്കൊക്കെ മാറി. ഞാൻ 2009 ഞാൻ ലാസ്റ്റിലല്ലേ എഴുതി. അതെ, 3 മണിക്ക് മഞ്ചേരിന്ന് ഞങ്ങളുടെ വണ്ടി പോകും. അപ്പൊ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ കഴിച്ചിട്ടാ പോകുന്നത്. അല്ലാണ്ട് എനിക്ക് പറ്റില്ല. അറിയുമ്പോ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ഓ, കൊറേ ടവർ ഉണ്ട് എന്ന് പറഞ്ഞതാ. കൊറേ ടവർ ഉണ്ടോ? മുന്നിൽ ആരാളേ? നമ്മളെ മുന്നിൽ ആരാള? ആരുമില്ല. അരികളൊന്നും അഡ്രസ്സും ഇല്ലല്ലോ. നോക്കണമില്ല അവര് നമ്മളെ. മീൻകാരൻ മുന്നേ പോയവര് വഴികാട്ടി ആവേണ്ടതാ, പക്ഷെ മുന്നേ പോയവരെ കാണുന്നില്ല. എന്തായാലും മൂനിയറയ്ക്ക് ഇറങ്ങിയ ബുദ്ധിമുട്ടില്ല. മീന ടീച്ചർ നടക്കാൻ വയ്യേ? എന്തിനാ പോയി പോണത്? എവിടേക്കായി പോണത്? അതാ ഞാൻ ചോദിക്കുന്നത്. ആവശ്യമില്ല എന്തിനു പോവാ? ഇതൊരു രസം, ഇതിലൂടെ നടക്കാൻ. അത്രേ ഉള്ളു ഇപ്പൊ. എനിക്ക് രസം തോന്നുന്നുണ്ട്, പക്ഷെ അടുത്തേക്ക് എത്തുമ്പോ മാത്രമേ വഴിയുള്ളൂ. നടക്കാൻ അറിയോ? വെയിലുണ്ടെങ്കിലേ പ്രശ്നം. കാലാവസ്ഥ നല്ലതാണ്. പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ, അതിൻ്റെ പുതിയ കെട്ടിടം ഇതാണ്. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല, നോ എൻട്രി. പഴയ പോലീസ് വയർലെസ് സ്റ്റേഷൻ കെട്ടിടവും ഇവിടെ തന്നെയുണ്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതാണ്, ഒരു ട്രെയിൻ ബോഗിയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിൽ ഇതായിരുന്നു പോലീസ് വയർലെസ് സ്റ്റേഷൻ. ഞാനിവിടെ ഈ സ്ഥലം കണ്ടതിന് ശേഷമാണ് കേട്ടോ ആ സിനിമ കണ്ടത്. ആ സിനിമയുടെ 90% ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു പരിസരത്താണ്. സിനിമയിൽ എത്ര വൃത്തിയായിട്ട് അതിൻ്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്നതെന്നറിയോ? ഇതിപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വൃത്തികേടാക്കിയത് എന്നാണ് പറയുന്നത്. ഉള്ളിൽ മാത്രമല്ല പുറത്തും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടൊക്കെ വൃത്തികേടാക്കിയിട്ടുണ്ട്. ഈ ഒരു ശീലമൊക്കെ എന്നാണ് ഇത് ചെയ്തവർ മാറ്റാൻ പോകുന്നത്? സൂപ്പർ വ്യൂ പോയിന്റാ, പക്ഷെ കോട നമ്മളെ പറ്റിച്ചു. ഇങ്ങനെ കോട അയ്യടോ, ഇനി ഇതിന്റെ മുകളിലേക്കൊക്കെ വരാം. ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. എന്താ ഇവിടെ കുറെ ഇതാണോ സംഗതിയിലെ ഇവിടെ വെച്ചിട്ടാണ് സിനിമയിലെ ലാസ്റ്റ് സീൻ, നായകൻ വില്ലനെ അടിക്കുന്ന ആ സീൻ ചിത്രീകരിച്ചത്. ഫോൺ കാറ്റ് എന്താ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ഒന്നും ഞങ്ങൾ കണ്ടില്ല, പക്ഷെ ഇതിന്റെ മുകളിൽ കയറിയിട്ട് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ ആനച്ചാലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. നാളെ മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയും കൂടി ഉണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്നാ പിന്നെ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.